ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുതേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ നവ്യയുടെ മാറ്റമാണ് കേട്ടോ. ഇനി ഞാനിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞായിരുന്നു, നവ്യ ഇനിയിപ്പോ പഴയ നവ്യയിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ്. പക്ഷെ നയനയോടുള്ള സ്നേഹത്തിനൊന്നും ഒരു കുറവും വരുന്നില്ല. നയനയോട് സ്നേഹം തന്നെയാണ്. എങ്കിൽ പോലും ചന്തുമോളെ അംഗീകരിക്കാനോ ചന്തുമോളെ ഒരു കുഞ്ഞായിട്ട് കാണാനോ നയനയുടെയും ആദർശിന്റെയും കുഞ്ഞായിട്ട് കാണാനോ ഒരു സ്നേഹം കൊടുക്കാനോ ഒന്നും കൂട്ടാക്കുന്നില്ല നവ്യ. നവ്യ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ അതിക്രൂരമായിട്ടാണ് അതിനോട് പെരുമാറുന്നത്. വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കുന്നൊന്നുമില്ല, എങ്കിൽ പോലും വാക്കുകൾ കൊണ്ട് അതിക്രൂരമായിട്ട് അതിനെ നോവിക്കുന്നുണ്ട്. നമ്മുടെ പഴയ ആ ഒരു നവ്യയുടെ ആ ഒരു ഇതിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പൊ ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. നവ്യ ആണെങ്കിൽ നവ്യയുടെ തിരക്കും കാര്യങ്ങളിലൊക്കെ ആണല്ലോ. ഇപ്പം കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ പഴയതുപോലെയുള്ള ആ ഒരു ഫ്രീഡം ഒന്നും ഇല്ലല്ലോ. അപ്പൊ ആ കുഞ്ഞു വന്നതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മുടെ ജലജ ഫ്രീ ആയിട്ട് നടക്കുകയാണല്ലോ. ജലജയുടെ മകന്റെ കുഞ്ഞാണെങ്കിൽ പോലും ജലജയ്ക്ക് ആ ഒരു സ്നേഹമോ ആ ഒരു നോട്ടമോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജലജ എന്താ ചെയ്യുന്നത്, നേരെ നബിയോട് ചെന്ന് പറയാണ്, നീ ഇതിലെ കൂടെ നടന്നോടി, നീയും ഏറ്റെടുത്തോ ആ കുഞ്ഞിനെ, നിന്റെ അനിയത്തിയുടെ കുഞ്ഞായിട്ട് നീയും ഏറ്റെടുത്തോ. ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ കുഞ്ഞ് അവിടെ കിടന്ന് വെറുതെ കിടക്കുകയാണ്. അതിനൊന്നും ആരും എടുക്കാനോ കൊഞ്ചിക്കാനോ ലാളിക്കാനോ ഒന്നുമില്ല. ഇവിടെ അതിനൊന്നും ആർക്കും സമയമില്ല. ഇവിടെ സമയം എന്തിനാണ്? ചന്തുമോളെ കയറ്റിയിരുത്തി കൊഞ്ചിക്കാനും പഠിപ്പിക്കാനും ലാളിക്കാനും കഥകൾ പറഞ്ഞു കൊടുക്കാനും പാട്ടുകൾ പാടാനും ഒക്കെ ഇവിടെ എല്ലാവർക്കും നേരമുള്ളൂ. നിന്റെ കുഞ്ഞിന് ആരും ഒരു സ്ഥാനവും കൊടുക്കുന്നില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാലേ നീയും നിന്റെ കുഞ്ഞും പുറമ്പോക്കായി പോവും. ഇത് കേട്ടത് നവിക്ക് ദേഷ്യം വന്നു. നവി പറഞ്ഞു, അല്ല എന്തിനാ ഇപ്പൊ എന്റെ അമ്മായിയമ്മ ഇതൊക്കെ എന്നോട് പറയുന്നത്? എന്നോട് ഈ വക കാര്യങ്ങളൊന്നും പറയണ്ട. എന്റെ കുഞ്ഞിനെ ഇവിടെ ഉള്ളവർ അംഗീകരിക്കുന്നില്ലെന്നേ എന്റെ അമ്മായിയമ്മ പറഞ്ഞ് എനിക്കറിയേണ്ട കാര്യമില്ല. മാത്രല്ല ഇവിടെയുള്ള എല്ലാവർക്കും എന്റെ കുഞ്ഞിനോട് സ്നേഹമാണെന്ന് എനിക്കറിയാം. ഓ പിന്നെ ആര് പറഞ്ഞു നിന്റെ കുഞ്ഞിനോട് സ്നേഹമാണെന്ന്? അതെ, നേരിട്ട് കണ്ടിട്ട് തന്നെയാണ് ഞാനിപ്പോ വരുന്നത്. നിന്റെ കുഞ്ഞ് ആരുമില്ലാതെ അനാഥപ്രേതത്തെ പോലെ അവിടെ കിടക്കണം. ചന്തുമോളെ എടുത്ത് മുത്തശ്ശനും മുത്തശ്ശിയും ലാളിക്കുന്നു. സംശയം ഉണ്ടെങ്കിലേ നീ ഒരു കാര്യം ചെയ്യേ, നീ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് ജലജ അങ്ങ് പോയിട്ടോ. ജലജയ്ക്കൊരു മനസ്സുഖം, മനസ്സിനൊരു സമാധാനം അങ്ങ് മാറി നിന്നിട്ട്, എടി നോക്കിക്കോടി, നിന്നെ ഞാൻ എരിവ് കയറ്റി ആ കുട്ടിയിൽ നിന്നും അകറ്റിക്കൂടി, നീയും നിന്റെ അനിയത്തിയും ലാസ്റ്റ് അടിച്ച് പിരിയൂടി എന്ന് മാറി നിന്ന് ജലജ സംസാരിക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ജലജ അങ്ങോട്ട് പോകുന്നത്. ജലജ അങ്ങോട്ടേക്ക് പോയിട്ട് നമ്മുടെ അഭിയോട് പറയാണ്, എടാ നിന്റെ ഭാര്യയോട് ഞാനിപ്പം നല്ലൊരു ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ അവളിപ്പം പോയി ഒരു വഴക്കുണ്ടാക്കും, നിനക്കൊരു വഴക്ക് കാണാനായിട്ട് സാധിക്കും. അല്ല അമ്മ എന്താ ഈ പറയുന്നത്? അതെ, നിന്റെ ഭാര്യയോട് ഞാൻ നല്ല എരിവ് കയറ്റി കൊടുത്തിട്ടുണ്ടെന്ന്. നിന്റെ കുഞ്ഞിനെ കൊഞ്ചിക്കാതെ അവിടെ നീ നിന്റെ അനിയത്തിയുടെ ഭർത്താവ് എവിടെന്നോ കൊണ്ടുവന്ന ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കാൻ ഇവിടെ എല്ലാവർക്കും സമയമുണ്ട്. നിന്റെ കുഞ്ഞ് അനാഥ പോലെ പ്രേതം പോലെ ഇവിടെ കിടക്കുക എന്ന് പറഞ്ഞു. ഇത് ആദ്യമൊന്നും കേട്ടിട്ട് അവൾക്ക് വലിയ കൂസലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അവളുടെ മനസ്സിൽ അത് കയറി തട്ടിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടോണം, നോക്കിക്കോ, ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും, അത് ഉറപ്പാണ് എന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ അഭി പറയുന്നുണ്ട്, എന്തിനാ അമ്മ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പോകുന്നത്? ആ ചന്തുമോൾ എന്ന് പറയുന്ന ആ കുട്ടീനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇതിലെ കൂടെ എല്ലാം നടക്കട്ടെ. അതിനിപ്പോ നമുക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഓ, പ്രശ്നമൊന്നും ഇല്ലേ? അപ്പം ആര് പറഞ്ഞു പ്രശ്നമില്ലെന്ന്? പ്രശ്നം ഉണ്ടറാ. ആ കുഞ്ഞ് ഇവിടെ ഉള്ളിടത്തോളം കാലം അതിനും കൂടി ഇവിടുത്തെ സ്വത്ത് പകുത്തു പോകുന്നത് അതൊരിക്കലും ഞാൻ ഒരിക്കലും സഹിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് തുള്ളല് നമ്മുടെ ജലജ. അബിയുടെ കൊച്ചാണല്ലോ, ഇനിയിപ്പം കൂടുതൽ മസിൽ പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കള്ളത്തരങ്ങളൊക്കെ വെളി വരുമെന്ന് ചെറിയൊരു സംശയമുള്ളത് കൊണ്ടായിരിക്കാം കണ്ണടച്ച് നമ്മുടെ അഭി നിൽക്കുന്നത്. ഏതായാലും ഈ സമയത്ത് നവ്യ നേരെ ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, അതെ മുത്തശ്ശനും മുത്തശ്ശിയോടും എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ മോളെ? അല്ല ഇവിടെ ചന്തുമോള് മാത്രമാണോ ഉള്ളത്? ഇവിടെ ചന്തു മോളെന്നൊന്നും അല്ലാട്ടോ പറയുന്നത് നവ്യ. ചന്തു മാത്രമാണോ ഉള്ളത്? ഇവിടെ വേറൊരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മുത്തച്ഛനും മുത്തശ്ശിയും മറന്നു പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ല മോളെന്താ ഈ പറയുന്നത്? എന്റെ കുഞ്ഞെ അവിടെ ആരും ലാളിക്കാതെയും കൊഞ്ചിക്കാതെയൊക്കെ കിടപ്പുണ്ട്. അല്ല ഈ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞല്ലേ അത്. അപ്പൊ പിന്നെ അതിനെ കൊഞ്ചിക്കത്തില്ലേ, ലാളിക്കത്തില്ലേ? അതോ ഇനിയിപ്പം ഞങ്ങളെ എല്ലാം പുറമ്പോക്കാക്കി ഇട്ടേക്കാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്ത് വർത്താനോ ഈ പറയുന്നത്?
മോളെ നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ. ചന്തുമോളുടെ കാര്യം പ്രത്യേകിച്ച് ഞാൻ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ? ആ കുട്ടിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ലല്ലോ. അയ്യോ, ആരുമില്ലെന്ന് ആരാ പറഞ്ഞത്? ആ കുട്ടിക്കല്ലേ എല്ലാവരും ഉള്ളൂ. അച്ഛനുണ്ട്, അമ്മയുണ്ട്, മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്. ആ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചോ? എനിക്കൊരു കുഴപ്പമില്ല. ലാസ്റ്റ് ലാസ്റ്റ് ഇനിയിപ്പം ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ നവ്യയുടെ ഈ സ്വഭാവ മാറ്റം നമ്മുടെ മുത്തച്ഛനും മുത്തശ്ശിക്കും ഒക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട് ജലജയോട്, അല്ല നവ്യക്ക് ഇങ്ങനെ തോന്നുന്നത് കൊണ്ട് അതിശയിക്കാനൊന്നുമില്ല. കാരണം വേറെ ഒന്നുമല്ല, സ്വന്തം കുഞ്ഞിന് കിട്ടാനുള്ള ഒരു പരിഗണന ആയിരുന്നല്ലോ നമ്മുടെ ചന്തുവിന് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ഇതും കൊണ്ടാണ് അവള് പറയുന്നത്, അത് കാര്യമാക്കണ്ട എന്നിങ്ങനെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം സ്വാഭാവികമായിട്ടും ആർക്കും ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ഇത് തന്നെയാണ് സ്നേഹം. തന്റെ കുഞ്ഞിനേക്കാൾ കൂടുതൽ അപ്പുറം കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ആ ഒരു ചിന്തയൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു രീതിയിലെ കാണുന്നുള്ളൂ, നമ്മുടെ നവ്യേനായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്തുമോളാണെങ്കിൽ ഈ കുഞ്ഞു കുട്ടിയാണല്ലോ, കുട്ടീനെ കളിപ്പിക്കാൻ വേണ്ടി അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അകത്തേക്ക് കയറി ചെന്ന് കുട്ടീനെ നവ്യയുടെ റൂമിൽ ചെന്ന് കുട്ടീനെ കളിപ്പിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കാണ് മുത്തശ്ശിയുടെ മുത്തശ്ശന്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ നേരെ റൂമിനകത്തേക്ക് കയറി ചെല്ലുന്നത്. റൂമിനകത്ത് ചെല്ലുമ്പോഴത്തേക്കും ചന്തുമോൾ അവിടെ നിൽക്കുക. ഓഹോ, സഹിക്കുമോ നമ്മുടെ നവ്യ? ഇടി ഇറങ്ങടി എന്ന് പറഞ്ഞു എന്താ എന്താ ഇങ്ങനെ പറയുന്നേ എന്നിങ്ങനെ ചന്തുമോള് ചോദിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്താ കുന്താ മന്താന്നൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. ദേ ഈ കുട്ടിയുടെ അടുത്ത് വരുവോ, എന്റെ കുഞ്ഞിനെ തൊടുവോ കളിപ്പിക്കുകയോ നീ ചെയ്യണ്ട, നീ കളിപ്പിക്കണ്ട എന്റെ കുഞ്ഞിനെ. അതുകൊണ്ട് ഈ റൂമിൽ കയറാനും പറ്റില്ല, ഇറങ്ങി പൊക്കോളാൻ പറയാണ്. അപ്പൊ ഇത് കേട്ടിട്ട് ചന്തുമോൾക്ക് ഭയങ്കര വിഷമാവുകയാണ് കേട്ടോ. ഏതായാലും ചന്തുമോള് ഓടി നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ നയനെ ചോദിച്ചു, എന്താ മോളിന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ദേ എന്നെ ഈ ആന്റി വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പം, എന്താ നവ്യേച്ചി കുട്ടിയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ദേ നിനക്കിത് കുട്ടിയായിരിക്കും, പക്ഷെ എനിക്കിത് കുട്ടിയൊന്നുമല്ല. എവിടെന്നോ വലിഞ്ഞു കയറി വന്ന ഒരു പെണ്ണിനെ നീ എടുത്ത് സ്വന്തം മകളെ പോലെ കണ്ടെന്നും പറഞ്ഞ് ഞാൻ നിന്റെ മകളാന്നും പറഞ്ഞ് അതിനെ പരിഗണിക്കൊന്നുമില്ല. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞേക്കാം നയനെ, നിനക്ക് ഇത് നിന്റെ കുട്ടിയായിരിക്കും, പക്ഷെ നിന്റെ സ്വന്തം കുട്ടി ആയിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല, ഇതിനോട് സ്നേഹത്തോടു കൂടി തന്നെ പെരുമാറേനെ. പക്ഷെ ഇത് സ്വന്തം കുട്ടിയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് സ്നേഹത്തോടെ പെരുമാറേണ്ട കാര്യമില്ല. ആരും എന്നെ നിർബന്ധിക്കുകയോ വേണ്ട സ്നേഹത്തോടെ പെരുമാറാൻ. എന്താ നവ്യേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? നവ്യേച്ചി ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. നവ്യേച്ചി ഇങ്ങനെയൊന്നും പറയാതെ. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ എല്ലാവരും ചന്തുമോള് എന്നൊക്കെ പറഞ്ഞ് നടന്നു, അതിന് എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ എന്നെ ബാധിക്കരുത്, ഞാൻ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാനും കുഞ്ഞും ഞങ്ങളുടെ റൂമിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാം. ദേ നീ ഈ കൊച്ചിനെ കൊഞ്ചിക്കോ ലാളിക്കോ നിന്റെ കൊച്ചായിട്ട് അംഗീകരിക്കുകയോ ഒക്കെ ചെയ്തു, പക്ഷെ എനിക്കതിന് പറ്റില്ല. നിന്റെ കൊച്ചായിട്ട് അംഗീകരിക്കാനും പറ്റില്ല, ദേ ഇതിനെ കൊഞ്ചിക്കാനും ലാളിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ മോന്റെ അടുത്തേക്ക് ഇവളെ വിടരുത്, പരമാവധി ഇവളെ ഒഴിവാക്കി നിർത്തിക്കോളെന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോയി. ആകെപ്പാടെ സങ്കടത്തിലായി പോയിട്ടോ നമ്മുടെ നയന ഏതായാലും ഈ കാര്യം ആദർശനോട് പറയുന്നുണ്ട്. അപ്പം ആദർശ് ഈ കുട്ടിയോട് പറയുന്നുണ്ട്, സാരമില്ല പോട്ടെ, ഇവിടെ മോളെ എല്ലാവർക്കും ഇഷ്ടമാകും. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടും അല്ല, എല്ലാവർക്കും ചെറിയൊരു കുശുമ്പൊക്കെയാ മോളോട്. അതുകൊണ്ടാ, അത് മോള് നല്ല സ്മാർട്ടായിട്ടാ, ഇനിയും അങ്ങോട്ടേക്ക് മോള് നല്ല സ്മാർട്ടാകണം കേട്ടോ. പിന്നെ നയനാമ്മയുണ്ടല്ലോ, ആദർശ അച്ഛനുണ്ടല്ലോ, അച്ഛന് തന്നെയാട്ടോ വിളിപ്പിക്കുന്നത്, അച്ഛനുണ്ടല്ലോ, പിന്നെ മോൾ എന്തിനാ സങ്കടപ്പെടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാട്ടോ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പൊ ആരും മറക്കരുത്, ഫുൾ വിശേഷവുമായിട്ട് രാവിലെ നമ്മൾ എത്തുന്നതായിരിക്കും. ഇന്ന് ഫുൾ വിശേഷം ചെയ്യാൻ പറ്റിയിരുന്നില്ല, നമ്മൾ സ്ഥലത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഫുൾ വിശേഷം ഇടാതിരുന്നത് കേട്ടോ. അപ്പം നാളെ നമ്മൾ രാവിലെ കറക്റ്റ് 7:30 നാളെ രാവിലത്തെ ഫുൾ വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. രേവതിയുടെ സച്ചിയുടെയും പ്രമോവിശേഷം നമ്മുടെ ഇതിന്റെ താഴെ കിടപ്പുണ്ട് കേട്ടോ. നാളത്തെ പ്രമോവിശേഷം താഴെ കിടപ്പുണ്ട്, ഒറിജിനൽ വിശേഷം തന്നെ കേട്ടോ താഴെ കിടപ്പുണ്ട്. അപ്പൊ എല്ലാവരും അതുകൂടി ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.